ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ് ബയോളജി ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. നമ്മൾ ഇതുവരെയായിട്ടും എങ്ങനെയാണ് ഒരു ന്യൂറോണിൽ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇമ്പൾസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫ്ലോ ചാർട്ട് എല്ലാം വരച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് നോക്കാം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ന്യൂറോൺ എത്ര ഭാഗങ്ങളുണ്ട്. നമുക്ക് ഡെൻഡ്രൈറ്റ് തുടങ്ങി സിനാപ്റ്റിക് നോബിൽ അവസാനിക്കുന്ന അത്രയും ഭാഗങ്ങളുണ്ട്. അത് വെച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഓരോ തരത്തിലുള്ള ന്യൂറോൺസ് വരും. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ന്യൂറോൺ ഉണ്ട്. നമുക്ക് രണ്ട് തരം ന്യൂറോണാണ്, സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. അപ്പോൾ നമ്മൾ ഈ പിക്ചർ ഒന്ന് നോക്കുക. ഇത് നമുക്ക് മേജറായിട്ടും മസിലും ഗ്ലാൻഡിലൊക്കെയാണ് മോട്ടോർ ന്യൂറോൺ ഉണ്ടാവുക. റിസപ്റ്റേഴ്സിലാണ് സെൻസറി ന്യൂറോൺ ഉണ്ടാവുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഈ പിക്ചർ ഒന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്കതിൻ്റെ ഭാഗങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെൻസറി ന്യൂറോൺ എന്താണെന്ന് നോക്കാം. സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെൻസറി ഓർഗൻസിൽ നിന്ന് നമ്മുടെ ഇമ്പൾസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നവരാണ് സെൻസറി ന്യൂറോൺ. ഇതാണ് നമ്മുടെ റിസപ്റ്റർ. നമ്മുടെ ഫിംഗർ ടിപ്പാക്കി നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നമ്മുടെ ചൂട് തട്ടുന്ന ഫിംഗർ ടിപ്പ്, അവിടെ വരുന്ന ചൂട് എന്നുള്ള ഇമ്പൾസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇതാണ് ബ്രെയിൻ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നവരാണ് സെൻസറി ന്യൂറോൺ. ഇനി എന്താണ് മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്? ഇമ്പൾസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും അതിൻ്റെ ഓർഗൻസിലേക്ക് എത്തിക്കുന്നതാണ് മോട്ടോർ ന്യൂറോൺ. അതായത് നമുക്കിവിടെ എന്തായി, ഫിംഗർ ടിപ്പിൽ തട്ടിയപ്പം ഹീറ്റ് എന്നുള്ള ഒരു ഒരു സെൻസാണ് നമുക്ക് ഇവിടെ എത്തിയത്. അപ്പോൾ ഹീറ്റ് ഉണ്ട് കേട്ടോ എന്ന് നമ്മൾ ബ്രെയിനിനെ അറിയിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ എന്ത് പറയുവേ, കൈ വലിച്ചോ എന്ന് പറയും. ആ കൈ വലിച്ചോ എന്നുള്ള മെസ്സേജിനെ നമ്മുടെ ബ്രെയിനിൽ നിന്നും നമ്മുടെ വിരലിൻ്റെ ഫിംഗർ ടിപ്പിലേക്ക് അറിയിക്കുന്നവരാണ് മോട്ടോർ ന്യൂറോൺസ്. ഇനി അതിടയ്ക്ക് നമുക്ക് ഇൻ്റർ ന്യൂറോൺസ് ഉണ്ട്. ഇൻ്റർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണക്ട്സ് മോട്ടോർ ആൻഡ് സെൻസറി ന്യൂറോൺസ് വിത്തിൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇതെന്തിനായിരിക്കും? അവരുടെ ഒരു ഇൻ്റഗ്രേഷന്. അതായത് ഇപ്പോൾ ഇവിടുന്ന് മെസ്സേജ് വന്നു ചൂടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്, ഓക്കെ അത് പ്രോസസ്സ് ചെയ്യണ്ടേ, ഇവിടെ അത് ചൂടാണ്, ഇനി എന്ത് ചെയ്യണം, ഓക്കെ പോയി കൈ വലിച്ചോ എന്ന് പറയുന്ന ഒരു തരം പ്രോസസ്സിങ് നടത്തുന്നവരാണ് ഇൻ്റർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. വാട്ട് ഈസ് നെർവ്സ്? എന്താണ് നെർവ് എന്നുള്ളത്? നെർവ്സ് ആർ മെയ്ഡ് up of the axon. Nerves are made up of axon. Nerves are made up of the axons of a group of neurons covered with a layer of fat and connective tissue. Nerves are made of the axons of a group of neurons covered with a layer of fat and connective tissue. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചു. സെൻസറി ന്യൂറോൺസ് ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സെൻസറി ഓർഗൻസിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക്, ഓർഗൻസിൽ നിന്നും ഓർഗൻസ് ടു CNS എത്തിക്കുക എന്നുള്ളതാണ്. മോട്ടോർ നെർവിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ട്രാൻസ്മിറ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ ഓർഗൻസ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഓർഗൻസിലേക്ക് എത്തിക്കുന്നത് ആരാണ്? മോട്ടോർ ന്യൂറോൺസ് ആയിരുന്നു. മിക്സ്ഡ് നെർവ്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺ ആയിരുന്നു. ഇൻ്റഗ്രേഷൻ ആൻഡ് പ്രോസസ്സിങ് ആയിരുന്നു അതിൻ്റെ ഫങ്ഷൻ. ആൻഡ് കോർഡിനേഷൻ ഓഫ് ദീസ് ടു ആയിരുന്നു, ഇവരുടെ രണ്ടുപേരുടെയും കോർഡിനേഷനും ആയിരുന്നു മിക്സ്ഡ് നെർവിൻ്റെ ഇൻ്റേൺ ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഡോണ്ട് മെനി ആക്ടിവിറ്റീസ് സച്ച് ആസ് ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ് ടേക്ക് പ്ലേസ് ഇൻ അവർ ബോഡി വിത്തൗട്ട് എനി കോൺഷ്യസ് കൺട്രോൾ ഓവർ ദം. അതായത് ഇപ്പോൾ ചൂടുള്ളപ്പോൾ കൈവലിക്കുക എന്നുള്ളത് കോൺഷ്യസ് ആയി നടക്കുന്ന കാര്യമാണെങ്കിൽ, നോർമലി നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നടക്കുന്ന കാര്യമാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതും ബ്രീത്തിങ് ഒക്കെ. Having you understood the importance of central nervous system to regulate such activities? Is it the regulation is always possible by the central nervous system alone? അല്ല, നമുക്കറിയാം
സെൻട്രൽ നെർവസ് സിസ്റ്റം മാത്രമല്ല ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണോമസ് കോളേജുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് സ്വന്തമായിട്ടൊരു നിലനിൽപ്പുള്ളവരെയാണ്. അതായത് അവർക്ക് ആരുടെയും അവർ വല്ലാണ്ട് ഡിപ്പെൻഡഡ് ആയിരിക്കില്ല. അതായത് നമുക്ക് ഉറങ്ങുമ്പോൾ പോലും ശ്വാസം വലിക്കാൻ പറ്റുന്നതിന് കാരണം എന്താണ്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം ദാറ്റ് റെഗുലേറ്റ്സ് ബോഡി ആക്ടിവിറ്റീസ് ബൈ ഇറ്റ് സെൽഫ്. ഇറ്റ് ഇൻക്ലൂഡ് എ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് എ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് സിസ്റ്റം equips the body to respond during emergency situation. Parasympathetic system prepares the body to relax and perform routine functions such as digestion. അതായത് നെർവസ് സിസ്റ്റത്തിന് 2 ഭാഗമാണുള്ളത്. ഓൾറെഡി പഠിച്ചു. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇവിടെ വരുന്നത് ആരൊക്കെയായിരുന്നു? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം 2 തരമുണ്ട്. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ഇവരെന്തുപോലെയാണെന്നറിയോ? സിമ്പത്തറ്റിക് ഒരാളുടെ എനർജറ്റിക് ആക്കുകയാണെങ്കിൽ പാരാസിമ്പത്തറ്റിക് അയാളെ എന്താക്കും? റിലാക്സ്ഡ് ആക്കും. അപ്പോൾ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസിലാണിത് വർക്ക് ചെയ്യുക. ഒരു നായ നമ്മുടെ കൂടെ ഓടുക എന്ന് വെച്ചോ, നമ്മുടെ പിന്നാലെ ഒരു നായ ഓടുന്ന സമയത്ത് നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടും, നമുക്ക് എനർജി കൂടും. നമ്മൾ പെട്ടെന്ന് ഓടാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ കിതച്ച് ആ കിതപ്പ് മാറ്റി നായ പിന്നിൽ നിന്ന് മാറുമ്പോൾ റിലാക്സ്ഡ് ആവുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? പാരാസിമ്പത്തറ്റിക് ഫങ്ഷൻസ് ആണ്. അപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യും. അതായത് കണ്ണുകളൊക്കെ തുറന്നു പിടിക്കും. നമുക്ക് സലൈവ പ്രൊഡക്ഷൻ കുറയും. വായിലെ വെള്ളം വറ്റുന്ന ഇപ്പോൾ ഒരു നായ ഓടുന്ന സിറ്റുവേഷൻ, നമ്മുടെ കൂടെ ഒരു നായ ഓടുന്ന സിറ്റുവേഷനാണ് ഇവിടെ കണക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ നന്നായിട്ട് തുറക്കും, നമ്മുടെ സലൈവ ഒക്കെ കുറയും, നമ്മുടെ വായിൽ ഉമിനീരുണ്ടാവുന്നത് കുറയും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, ശ്വാസകോശമൊക്കെ എന്താവും? എക്സ്പാൻഡ് ആയിട്ട് നിൽക്കും. നമ്മുടെ ഡൈജഷൻ നമുക്കറിയില്ലെങ്കിൽ പോലും നമ്മുടെ ഡൈജഷൻ കുറയും, ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ കൂടും, പെരിസ്റ്റാൾസിസ് ഒക്കെ കുറയും. കാരണം അതൊന്നുമല്ല അവിടെ ആവശ്യം. നമുക്ക് പെരിസ്റ്റാൾസിസ് ആവശ്യമില്ല, ഡൈജഷൻ ആവശ്യമില്ല, നമുക്ക് ഉമിനീര് വേണമെന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് നല്ലോണം മൂത്രം ഒഴിക്കാൻ മുട്ടി നിൽക്കുന്ന സമയത്താണ് നായ ഓടുന്നത്. നമ്മൾ മൂത്രം പോവോ? ഇല്ല, നമ്മൾ പെട്ടെന്ന് ഓടാനാണ് നോക്കുക. അപ്പോൾ യൂറിനൊക്കെ റിറ്റെയിൻ ചെയ്ത് നിൽക്കും. പിന്നെ അത് കാലാകാലം അങ്ങനെ നിൽക്കാൻ പറ്റുമോ? നായ നമ്മൾ ബാക്കിൽ നിന്ന് മാറുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി തിരിച്ചെത്തും. അതിനാരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. നമ്മുടെ കണ്ണ് കോൺസ്ട്രിക്റ്റ് ചെയ്യും, പഴയ പോലെ ആയിരിക്കും, നമുക്ക് വേണ്ടത്ര സലൈവൊക്കെ വരും, ഹാർട്ട് ബീറ്റ് കുറയും, നമ്മളെ ലങ്സൊക്കെ പഴയ ഫോമിലേക്ക് തന്നെ ആവും, നമ്മുടെ ഡൈജഷനൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഡൈജഷനൊക്കെ അവിടെ നിന്ന് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ പെരിസ്റ്റാൾസിസ് ഒക്കെ പഴയ പോലെ ആയിരിക്കും, മൂത്രമൊക്കെ ഒഴിക്കാൻ പറ്റും. ചിലവരൊക്കെ എന്ത് ചെയ്യും? നായ ഓടി ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം അറിയാണ്ട് തന്നെ മൂത്രം പോകും. അതിൻ്റെയൊക്കെ റീസൺ ഇതാണ്. സിമ്പത്തറ്റിക് വ്യവസ്ഥ മാറിയിട്ട് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുന്നതുകൊണ്ടാണ്. നമ്മുടെ പീപ്പിൾ ഓഫ് ഐക്ക് എന്താണ് സംഭവിക്കുക? ഇവിടെ ഡയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺസ്ട്രിക്റ്റ് ചെയ്യും. സലൈവറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് വായ വരണ്ടു പോകുന്നത് അല്ലേ? ഇവിടെയോ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ബ്രോങ്കിയോൾ എന്ത് ചെയ്യും? അത് നമ്മുടെ ശ്വാസകോശം എന്ത് ചെയ്യും? ഡയലൈറ്റ് ആവും, എക്സ്പാൻഡ് ആവും, ഇത് കൺസ്ട്രിക്റ്റ് ആവും, ഹാർട്ട് ബീറ്റ് കൂടും, ഹാർട്ട് ബീറ്റ് കുറയും. അഡ്രീനൽ ഗ്ലാൻഡ് ഹോർമോൺ പ്രൊഡക്ഷന് വലിയ നമുക്കൊരു ഫങ്ഷനൊന്നുമില്ല, നമുക്ക് നോ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ്. പക്ഷേ ഇവിടെ ഹോർമോൺ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമക്കിൻ്റെ പെരിസ്റ്റാൾസിസ് ഒക്കെ എന്താവും? സ്റ്റോപ്പ് ആവും, ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യും. സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ളതും എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഇവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്, ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? യൂറിനെ റീറ്റെയിൻ ചെയ്യും. ഇവിടെ യൂറിൻ എന്ത് ചെയ്യും? യൂറിൻ എംപ്റ്റി ആക്കിയിട്ട് യൂറിൻ പാസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ നമ്മുടെ റോള് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു നല്ല എക്സാമ്പിൾ തന്നെ പറഞ്ഞ നായ അല്ലെങ്കിൽ പാമ്പൊക്കെ നമ്മുടെ പിന്നിൽ വരുന്ന സമയത്ത് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോണ്ടേനിയസ് നെർവസ് സിസ്റ്റത്തെ, സ്പോണ്ടേനിയസ് റെസ്പോൺസസിനെ പറ്റിയാണ്. റിഫ്ലെക്സ് ആക്ഷൻ are the reaction that occur spontaneously and involuntarily എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധത്തോടെ ചെയ്യുന്ന കാര്യമായിരിക്കില്ല, പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു കൈ ചൂടുള്ള സ്ഥലത്ത് തട്ടിയാൽ നമ്മൾ അപ്പം തന്നെ പിൻവലിക്കൂലേ, കൈ ബാക്കിലേക്ക് വലിക്കുന്നതിനെയാണ് ഇൻവോളണ്ടറി ആയിട്ട്. അതൊരു എക്സാമ്പിളാണ് കേട്ടോ അതിൻ്റെ. ദീസ് ആക്ഷൻ ക്യാൻ ഒറിജിനേറ്റ് ഫ്രം ബോത്ത് സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. നമുക്ക് ബ്രെയിനിൽ നിന്നും അതിനുള്ള മെസ്സേജ് കിട്ടാം, സ്പൈനൽ കോഡിൽ നിന്നും കിട്ടാം. നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. അതെവിടെ നിന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ എന്തോ തകരാറുണ്ട് എന്നുള്ളതാണ്.
The pathway through which the impulse are transmitted in a reflex action is called reflex arc. അപ്പോൾ ഇതൊരു നോർമലി ഉള്ളൊരു ഫംഗ്ഷൻ അല്ല, നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇത് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു മെഴുകുതിരിൻ്റെ മുകളിൽ നമ്മൾ കൈ വെക്കുന്ന സമയത്ത് അവിടെ ഒരു റിസപ്റ്റർ ഉണ്ടാവും. ആ റിസപ്റ്റർ എന്ത് ചെയ്യും, സെൻസറി ന്യൂറോണ് ആ ചൂട് എന്നുള്ളതിനെ മസിൽസൊക്കെ വഴി നമ്മുടെ സ്പൈനൽ കോഡിൽ എത്തിക്കും. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഓക്കെ അവിടെ ചൂടുണ്ടല്ലേ എന്നാൽ വേഗം കൈ വലിച്ചോ എന്നുള്ള മെസ്സേജ് എന്ത് ചെയ്യും, മോട്ടോർ ന്യൂറോൺസ് തിരിച്ച് മസിൽസൊക്കെ വഴി നമുക്ക് തിരിച്ചെത്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈ പിൻവലിക്കുന്നത്. മനസ്സിലായല്ലോ? അതിൻ്റെ ഫ്ലോ ചാർട്ട് എന്താണ്, റിസപ്റ്റർ ടു സെൻസറി ന്യൂറോൺ ടു മസിൽസ് ടു ഇൻ്റർ ന്യൂറോൺ ടു മോട്ടോർ ന്യൂറോൺ ആൻഡ് ദെൻ ബാക്ക് ടു മസിൽസ് ദെൻ ടു ദ റിസപ്റ്റർ. മനസ്സിലായല്ലോ? റിഫ്ലെക്സ് ആർക്കിലുള്ള ഈ ഭാഗത്തിനൊക്കെ കൂടി ചേർക്കുന്നതിന് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്നാണ് പറയാം. Shouldn't the health of a nervous system that plays a key role in enabling the control and coordination of psychological activities to be protected? Of course yes. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താവും, നമ്മൾ പറയുന്നുണ്ട് പലതരം പ്രൊട്ടക്ഷന് പഠിച്ചു, നമ്മൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്, ഇഞ്ചുറിയിൽ നിന്ന് ഹെഡിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. അപ്പോൾ അത്രയും മതിയോ? പക്ഷേ പറ്റില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ടു ദ ഹെൽത്ത് കെയർ ഓഫ് നെർവസ് സിസ്റ്റം ആർ ഗിവൺ ബിലോ. മേജർ ഐഡിയാസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഹെൽമെറ്റ് ഇടണം, സീറ്റ് ബെൽറ്റ് ഇടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ തലയും തലച്ചോറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയാൽ നമുക്ക് അങ്ങനെയാണ് നമ്മൾ കോമ സ്റ്റേജിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ കളിക്കുന്ന സമയത്ത് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ നമ്മൾ കുറച്ചും കൂടിയും എന്താ പറയുക, നമ്മുടെ നീ പാഡ്സൊക്കെ വെക്കാറുണ്ട്, പിന്നെ തലയിലൊക്കെ ഇത് വെക്കാറുണ്ട്. അതൊക്കെ എന്താണ്, പ്ലേ ചെയ്യുന്ന സമയത്ത് കളിക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്ന പ്രിക്വേഷനാണ്. നമ്മളൊരു വൃത്തിയില്ലാത്ത വെള്ളത്തിൽ കുളിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ നല്ല വെള്ളത്തിലാണ് കുളിക്കാറുള്ളത്. ബ്രെയിനിന് റിസ്ക് വരുന്ന ജോലികളിലൊക്കെ ഏർപ്പെടുന്നവർ ഹെൽമെറ്റും സേഫ്റ്റി ബെൽറ്റൊക്കെ ധരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സ്മോക്കിങ്, ആൽക്കഹോൾ കൺസംഷന്, ഡ്രഗ് അബ്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വേണ്ട സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിന് ബുദ്ധിമുട്ടാണ്. അതുവഴി മെമ്മറി ലോസ്, ആങ്സൈറ്റി, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റിനൊക്കെ ബാധിക്കും. നമുക്ക് 8 to 10 മണിക്കൂർ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഉറങ്ങണം. അപ്പം ഇതൊക്കെ നമ്മളെ ബ്രെയിനിനെയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയും നമ്മുടെ ഫങ്ഷൻസിനൊക്കെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഹൈഡ്ര, പ്ലനേറിയ, ഇൻസെക്ട്സ് ഈ 3 എണ്ണത്തിലുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഹൈഡ്രയിൽ ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ന്യൂറൽ നെറ്റ്വർക്ക് അതായത് ശരീരം മുഴുവൻ ഒരു നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺ കാണപ്പെടും. ഒരു സെൻറ്റർ ഒന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പ്ലനേറിയലോ എ പെയർ ഓഫ് നെർവ് ഗാംഗ്ലിയ, ഒരു പെയർ ഓഫ് നെർവ് ഗാംഗ്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്ഫിയർ ആയിരിക്കും കേട്ടോ, അങ്ങനെ ആലോചിക്കാം. 2 നെർവ് ഗാംഗ്ലിയ ഉണ്ട് ഇൻ ദ ഹെഡ് റീജിയൻ. അതാണ് എല്ലാവരെയും എന്ത് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂറോൺ ഒന്നും അല്ല, നെർവ് നെറ്റ്വർക്ക് ഒന്നുമില്ല, കുറച്ചൊരു പാറ്റേൺ, ഒരു ലാഡർ പോലത്തെ ഒരു പാറ്റേണിലാണ് കാണപ്പെടുന്നത്. ഇൻസെക്റ്റിൽ എന്താണ്, ഒരു ന്യൂറോൺ ഇൻ ദ ഹെഡ് റീജിയൻ യുണൈറ്റഡ് ഇൻവോൾവ് എ ക്ലിയർ ആൻഡ് സംവാട്ട് ഡെവലപ്ഡ് ബ്രെയിൻ. നമ്മളെ തലയിൽ ഒരു ന്യൂറോൺസ് എന്താവും, ഒരു ബണ്ടിൽ പോലെ ആക്ട് ചെയ്തിട്ട് ബ്രെയിൻ പോലെ വർക്ക് ചെയ്യുന്നു. ദ ഗാംഗ്ലിയ ഓഫ് പെയർഡ് നെർവ് ഫൈബേഴ്സ് എമേർജിങ് ഫ്രം ദിസ് ആർ സീൻ ഇൻ ഈച്ച് സെഗ്മെൻറ്റ്. ഈച്ച് സെഗ്മെൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ ഗാംഗ്ലിയാസ് ഉണ്ട്. അതിൽ നിന്നാണ് പിന്നെ ന്യൂറോൺസൊക്കെ ഡെവലപ്പ് ചെയ്തു പോകുന്നത്. എല്ലാ സെഗ്മെൻറ്റിലും ഓരോന്നാണ്. ഇൻസെക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഹൈഡ്ര പഠിച്ചു, പ്ലനേറിയ പഠിച്ചു, ഇൻസെക്ട്സ് പഠിച്ചു. ഹൈഡ്ര കുറച്ചുകൂടി പ്രിമിറ്റീവ് ഫോമാണ്, പ്ലനേറിയ മാറി ഇൻസെക്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ആവും. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ചിട്ട് നെർവസ് സിസ്റ്റത്തിൻ്റെ എന്താവുന്നുണ്ട്, ഡെവലപ്മെൻറ്റും കൂടി വരുന്നുണ്ട്. എവല്യൂഷൻ ഈസ് എ പ്രൊലോങ്ഡ് പ്രോസസ് ഓഫ്, അപ്പോൾ നമ്മുടെ ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ. എവല്യൂഷൻ ഈസ് ദ പ്രൊലോങ്ഡ് പ്രോസസ് ഓഫ് ദി ഒറിജിൻ ഓഫ് കോംപ്ലെക്സ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഫ്രം സിമ്പിൾ യൂണിസെല്ലുലാർ വൺസിൽ നിന്ന് കോംപ്ലെക്സ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മുടെ എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എവല്യൂഷൻ ഓൾസോ ഗിവ്സ് എ റിമാർക്കബിൾ ട്രാൻസിഷൻ ഫ്രം സിമ്പിൾ നെർവസ് സ്ട്രക്ചർ ടു ഹൈലി കോംപ്ലിക്കേറ്റഡ് നെർവസ് സിസ്റ്റം. നമുക്കൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ എഴുതാവുന്ന സെൻറ്റൻസുകളാണ്. ഒരു സിമ്പിളായിട്ടുള്ള സിംഗിൾ യൂണിസെല്ലുലാർ വൺസിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലേക്കുള്ള
പ്രൊലോങ്ഡ് ട്രാൻസിഷനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ സിമ്പിൾ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റത്തിലേക്കുള്ളൊരു ട്രാൻസ്മിഷനും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സച്ച് ആൻ എവല്യൂഷൻ ഓഫ് നെർവസ് സിസ്റ്റം ഈസ് ദ റീസൺ ഫോർ ദി അക്ലിമറ്റൈസേഷൻ ആൻഡ് സർവൈവൽ ഓഫ് ദ ഓർഗാനിസം ഇൻ ഡൈവേഴ്സ് എൻവിയോൺമെൻറ്റ്. നമ്മുടെ ഒരു ഓർഗാനിസം ഈ തലയും തലച്ചോറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല. ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുന്നത് കൊണ്ടും കൂടിയാണ് നമുക്കിവിടെ അക്ലിമറ്റൈസേഷൻ, നമ്മുടെ അഡാപ്റ്റേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അത് നടക്കുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കോംപ്ലെക്സ് ബ്രെയിൻ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഹ്യൂമൻ ഡോമിനൻസ് ഓവർ നേച്ചർ. നമ്മുടെ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സിനാപ്സ് വളരുന്നുണ്ട്. അങ്ങനെ സിനാപ്സ് കൂടുന്നതുകൊണ്ടാണ് വീണ്ടും നമുക്ക് ഇൻ്റലിജൻസും പ്രാക്ടിക്കൽ സ്കിൽസും ഒക്കെ കൂടുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ബാക്കിയുള്ള മൃഗങ്ങളുടെ മുകളിൽ നമുക്കുള്ള ഡോമിനൻസ് വരാൻ കാരണം നമ്മുടെ എന്താണ് IQ അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റിയൊക്കെ കൂടുന്നതുകൊണ്ടാണ്. എനേബിളിങ് യുണീക്ക് കൊഗ്നിറ്റീവ് and technological progress. The presence of a new neocortex developed during the long course of evolution and the resultant language, the intelligence, creativity like higher mental process make human different from other organism. ഈ ബ്രെയിനും സെൻട്രൽ നെർവസ് സിസ്റ്റവും മൊത്തത്തിൽ ഈ നെർവസ് സിസ്റ്റം ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഇമോഷൻസും നമുക്ക് ഇൻ്റലിജൻസും ഒക്കെ ഉള്ളത്. നമ്മളൊരു ആന ബിഹേവ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ബിഹേവ് ചെയ്യുക അല്ലേ. പക്ഷെ ഇപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് മൃഗങ്ങൾ മനുഷ്യരെക്കാൾ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടല്ലോ എന്ന് തോന്നാറുണ്ട്. അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, പറഞ്ഞ പോലെ ഡ്രഗ്സും അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും കുറച്ചും കൂടിയും സംവാട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം മനുഷ്യൻ ചെയ്യാനും മനുഷ്യന് ബാക്കി മൃഗങ്ങളുടെ മുകളിൽ ഡോമിനൻസ് വരാനും ഒക്കെ കാരണം നമ്മുടെ കൊഗ്നിറ്റീവ് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് കൊണ്ടാണ്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ദ നെർവസ് സിസ്റ്റം പ്ലേസ് എ റിമാർക്കബിൾ റോൾ ഇൻ എനേബിളിംഗ് ദ ഓർഗാനിസം ടു മേക്ക് അവെയർ ഓഫ് ദെയർ സറൗണ്ടിങ്സ് ആൻഡ് റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. അതായത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സൊസൈറ്റിനെ പേടിച്ചിട്ടാണെങ്കിലും നല്ല നടപ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ബുദ്ധി വേണ്ടേ. ഇതെൻ്റെ സൊസൈറ്റിയാണ്, ഇവരെന്ത് വിചാരിക്കുമെന്നുള്ളൊരു ബുദ്ധി വേണ്ടേ. ആ ബുദ്ധിയാണ് മനുഷ്യനെ ബാക്കിയുള്ള മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ നെർവസ് സിസ്റ്റം നീഡ്സ് ടു ടേക്ക് പ്ലേസ് കംപ്ലീറ്റ്ലി ആൻഡ് സ്മൂത്ത്ലി, the information from the external and internal environment should reach the central nervous system. നേരത്തെ പറഞ്ഞ പോലെ തീയുണ്ട് കൈവലിച്ചോ അല്ലെങ്കിൽ സൊസൈറ്റി നിന്നെ നെഗറ്റീവ് മാർക്കിലേക്ക് ഇടും എന്നുള്ളതൊക്കെ എന്താണ്, നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്, നമുക്ക് കിട്ടുന്ന ഇമ്പൾസസ് ആണ്. നീ അവിടെ ആ സമയത്ത് നിൽക്കരുത്, കാരണം എന്താണ്, നിനക്ക് ചീത്തപ്പേരുണ്ടാവും, അവിടുന്ന് മാറിക്കോ, അപ്പോഴാണ് നമ്മളത് മാറുന്നത്. അതുപോലെ തന്നെ നീ ഇന്ന ആളോട് ഇങ്ങനെ പെരുമാറരുത്, കാരണം നിനക്ക് അതൊരു മോശം പേരുണ്ടാക്കും, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ സകലമായ നീചപ്രവൃത്തികളിലും മനുഷ്യൻ ഇടപെട്ടേനെ. ഇങ്ങനെ ഒരു ബൗണ്ടറി ഉള്ളത് കൊണ്ടും സംവാട്ട് സൊസൈറ്റി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മനുഷ്യനായിട്ട് ഇൻ്റലിജൻസ് കാണിക്കാനും ഒക്കെ പറ്റുന്നത്. ദ ഇൻഫർമേഷൻ ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഈസ് പെർസീവ്ഡ് ത്രൂ സെൻസ് ഓർഗൻസ്. നമ്മുടെ സെൻസ് ഓർഗൻസിൽ എന്തൊക്കെ വരും? കണ്ണ്, നമുക്കൊരു കാണാൻ പറ്റുന്നത്, ഒരു സാധനം കേൾക്കാൻ പറ്റുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നത്, അത് അങ്ങോട്ട് പോകുന്നത് അപകടമാണ് എന്നുള്ളൊരു സെൻസ് ചെയ്യലുണ്ടല്ലോ. അത് കാഴ്ച മാത്രമല്ല, കേൾവി മാത്രമല്ലാത്ത നമുക്കൊരു സിക്സ്ത് സെൻസ് പല സമയത്തും വർക്ക് ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. ഡു ദ സെൻസ് ഓർഗൻസ് ഇൻ ഹ്യൂമൻസ് ഹാവ് ദ സെയിം പ്രൊഫിഷ്യൻസി കമ്പയർഡ് ടു അതർ ഓർഗാനിസം? നോ, ഓഫ് കോഴ്സ്. ദോ ദ ഹ്യൂമൻ ബ്രെയിൻസ് ഈസ് മോർ ഡെവലപ്ഡ്. This can be evaluated only when the relation between sense organ and the brain is analyzed. Sensations provided together by the sense organs and brain are also to be understood. You will learn this in the succeeding chapters. So നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എവല്യൂഷൻ്റെ എല്ലാ ഭാഗങ്ങളും, എവല്യൂഷൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എങ്ങനെയാണ് എവല്യൂഷൻ നടക്കുന്നത്, ആ എവല്യൂഷനിലേക്ക് മനുഷ്യനെ എത്തിച്ചത് എന്താണ്? നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു? സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്, നിയോ കോർട്ടെക്സ് പോലുള്ള, പിന്നെ അതുപോലെ തന്നെ മനുഷ്യൻ്റെ പരിണാമം, എവല്യൂഷൻ, നമ്മൾ ഹോമോസാപ്പിയൻസിലേക്ക് നമ്മളെത്തി, ഹോമോ ഇറക്ടസിലൂടെ, ഹോമോ ഹബിലിസിലൂടെ, നിയാൻഡർതലൻസിലൂടെ നമ്മുടെ ഹോമോസാപ്പിയൻസിലേക്ക് നമ്മളെത്തിയ നമ്മുടെ പരിണാമം, എവല്യൂഷൻ ട്രീ എല്ലാം നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. നമുക്ക് അറിയാവുന്ന അത്രയും ക്ലാരിറ്റിയിൽ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ്. അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിങ് സെഷനായിട്ട് നമുക്ക് സെഷൻസ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. തുടർന്ന ക്ലാസ്സുകളിലും നമുക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം. അതിന് നിങ്ങളുടെ എല്ലാ സഹകരണവും വേണം. നിങ്ങൾ മാക്സിമം ഇതെല്ലാം കാണണം. ആദ്യത്തെ ചാപ്റ്റർ മുതൽ എല്ലാ ക്ലാസ്സസും ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.